സുബ്രഹ്മണ്യ ആരാധനയ്ക്ക് തമിഴ്നാട്ടിലെ പോലെ തന്നെ പ്രചാരം കേരളത്തിലുമുണ്ട്. മുരുകൻ പഴനിയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നതിനാൽ കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവൻ എന്ന് കേരളീയർ വിശ്വസിക്കുന്നു. സാമൂതിരി കോവിലകത്തെ പല്ലക്ക് ചുമക്കാൻ വന്ന പരദേശികളായ തമിഴർ അവരുടെ ഇഷ്ടമൂർത്തിയായ മുരുകൻ്റെ വേലും കാവടിയും വെച്ച് ആരാധന നടത്തിയിരുന്ന കോവിലാണ് തിരുവണ്ണൂർ സുബ്രഹ്മണ്യൻ കോവിൽ. മംഗളകരമായ സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ അവസാന ദിവസമാണ് ശൂരസംഹാരം ആഘോഷിക്കുന്നത്. ദൈവിക പോരാളിയായ മുരുകൻ്റെ നേതൃത്വത്തിൽ വ്യക്തിപരമായ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും അനുഗ്രഹവും നേടാനുള്ള അവസരമാണ് ഈ ദിവസം. വളരെ നീണ്ട ഒരു പൗരാണിക കാലഘട്ടത്തിൽ നടന്ന ഇതിവൃത്തത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം ഈ നാടിൻ്റെ തിരുവണ്ണൂരിൻ്റെ ഒരു ചെറിയ വൃത്തത്തിലാണ് നടക്കുന്നത്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ ആഘോഷിക്കുന്ന ദിനമാണ് ശൂരസംഹാരം. ഐതിഹ്യമനുസരിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നും ലഭിച്ച വരത്തിൻ്റെ പിൻബലത്തിൽ 3 ലോകവും അടക്കി ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്ന ശൂരപത്മാസുരൻ്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ദേവന്മാർ പരമേശ്വരനെ കണ്ട് സങ്കടമുണർത്തിച്ചു. ശൂരതാരക സഹോദരന്മാരെ നിഗ്രഹിക്കുന്നതിനായി പാർവതി പരമേശ്വരപുത്രനായി സുബ്രഹ്മണ്യൻ ജനിച്ചു. ബാലസുബ്രഹ്മണ്യൻ തൻ്റെ ജ്യേഷ്ഠനായ ഗണപതിയെയും സേനാനായകനായ വീരബാഹുവിനെയും കൂട്ടി ശൂരപത്മാസുരനെ പോരിന് വിളിച്ചു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ വേൽമുരുകൻ തൻ്റെ ആയുധമായ ശക്തിവേൽ കൊണ്ട് ശൂരതാരക സഹോദരന്മാരെ വധിച്ചതിൻ്റെ ഓർമ്മയാണ് ശൂരസംഹാരം. 16 നാമങ്ങളാൽ കീർത്തികേട്ട സുബ്രഹ്മണ്യൻ 16 ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ഷോഡശാഭിഷേകം എന്ന വിശേഷ പൂജാവിധി ഇവിടെ നടത്തുന്നു. ദേവാസുരന്മാരുടെ കോലങ്ങൾ വഹിക്കുന്ന തേരും കൈവണ്ടികളും കോവിലിൽ നിന്ന് പുറത്തെടുക്കുന്നതോടുകൂടി ജനങ്ങളുടെ മനസ്സിൽ കൊടിയേറ്റമായി. താരകാസുരൻ, ശൂരപത്മാസുരൻ എന്നീ അസുരന്മാരുടെയും ദേവസേനാധിപതിയായ വീരബാഹുവിൻ്റെയും ഭീമൻ കോലങ്ങളും സുബ്രഹ്മണ്യൻ, ഗണപതി എന്നീ ദേവന്മാരുടെ വേലുകളുമാണ് ഈ ഉത്സവത്തിനായി എല്ലാ വർഷവും നിർമ്മിക്കുന്നത്. പൊതുവെ ഏത് ആചാരാനുഷ്ഠാനങ്ങളും ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കുലത്തൊഴിലായോ അല്ലെങ്കിൽ പരമ്പരാഗതമായ രീതിയിൽ ഏതെങ്കിലും ഒരു കുടുംബങ്ങൾ നടത്തുകയോ ആണ് പതിവ്. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ്. തിരുവണ്ണൂർ ഒരു വൈകാരികതയായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏതൊരാളും ഈ കോവിലിൻ്റെ ഊരാളനും മേലാളനുമാണ്. പഞ്ചവാദ്യത്തിൻ്റെയും താലപ്പൊലിയുടെയും പൊലിമയോടെയാണ് ദേവസേനാപതിയായ വീരബാഹുവിനെ എഴുന്നള്ളിക്കുന്നത്. തായമ്പകയുടെ ദ്രുതതാളത്തോടെയാണ് അസുരപ്പടയുടെ വരവ്. ഇവർ പിന്നീട് ശൂരപ്പോരിൻ്റെ വേദിയായ ആൽത്തറയിൽ എത്തിച്ചേരുന്നു. കൈവണ്ടികളുടെ ഓട്ടവും തേരിന്മേൽ ആടിക്കൊണ്ടുള്ള പോർവിളികളുമാണ് ഈ നടക്കിൽ നാട്ടുകാർ ഒരുക്കുന്ന കാഴ്ച. അസ്തമയത്തിന് മുൻപ് അസുരന്മാരുടെ വധം നടത്തണമെന്നാണ് ഇവിടുത്തെ ചിട്ട. മാസങ്ങളോളമുള്ള അധ്വാനം ഈ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. താരകാസുരൻ്റെ വധത്തോടെ അസുരപക്ഷത്ത് നിന്നവർ കൂടി ദേവപക്ഷത്തേക്ക് പോകുന്നു. അതിനുശേഷം അശുദ്ധികളെപ്പോലും വിശുദ്ധിയാക്കാൻ കഴിവുള്ള ശംഭുകുമാരന് ജനമധ്യത്തിലൊരു പൂജ. ശൂരംപട ഭക്തരെ ആദരവോടെ ഒന്നിപ്പിക്കുക മാത്രമല്ല, സാംസ്കാരികവും ആത്മീയവുമായ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ധർമ്മതത്വങ്ങൾ സ്വീകരിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്നു. തിരുവണ്ണൂർ വീണ്ടും പതിവു ജീവിതത്തിലേക്ക്.
ഇനി അടുത്ത വർഷം വരെയുള്ള 12 മാസത്തോളം കാത്തിരിപ്പാണ് ശൂരംപടയ്ക്കായി. ഒരുപാട് നന്മകളുള്ള ഈ ഉത്സവം ഒരുപാട് നന്മകളോടെ തന്നെ നിലനിൽക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.